الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് മുഅ്മിനായി മുസ്ലിമായി മുവഹ്ഹിദായി മുത്തഖിയായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമം നാം ഓരോരുത്തരും നടത്തണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വസിയ്യത്തുകളും ധാരാളമായി കേൾക്കുന്നവരാണ് നമ്മൾ. പലർക്കും അത് എന്തിനാണ് ഇത്ര അധികം ക്ലാസുകൾ, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കവലകളിലും തെരുവീതികളിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ ആഴ്ചകളിലും ഖുർആനിന്റെ ക്ലാസ്സും ഹദീസിന്റെ ക്ലാസ്സും ഒക്കെ എന്തിനാണ് വെക്കുന്നത് എന്നൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ ചോദിക്കാറുണ്ട്. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കുറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകും. ഉപദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരാളെന്ന നിലക്ക് എന്റെ മനസ്സിൽ തിന്മകളിലേക്ക് പതുക്കെ ചാഞ്ഞു പോകുമ്പോൾ മനപ്രയാസം ഉണ്ടാകും. സ്ഥിരമായി കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ തിന്മ മാടി വിളിക്കുമ്പോ, കൂട്ടുകാർ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോ, അധർമ്മത്തിന്റെയോ അശ്ലീലതയുടെയോ അക്രമത്തിന്റെയോ വഴികളിലേക്ക് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സറിയാതെ മന്ത്രിക്കും, നീ ഇതെപ്പോഴും ഇതിനെതിരെ കേൾക്കുന്ന ഒരാളാണ്, എന്നിട്ട് നീ പോവുകയാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു വിളിയാളം ഉണ്ടാകും. അതുകൊണ്ട് ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ, മുഅ്മിനിന്റെ കടമയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓതിക്കൊടുത്തു. എന്തിനാണത്? നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. രാവിലെ മുസ്ലിമായാൽ ചിലപ്പോൾ വൈകുന്നേരം മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മരിക്കും. വൈകുന്നേരം മുഅ്മിനും മുസ്ലിമുമായാൽ പ്രഭാതത്തിൽ മുസ്ലിമോ മുഅ്മിനോ അല്ലാതെ മരിച്ചു പോകും. അല്ലാഹു ആ ദൗർഭാഗ്യത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉപദേശങ്ങൾ ധാരാളം കേട്ടിട്ടും ആളുകൾ അതിനെ ചെവികൊള്ളാതെ പോയി നാളെ പരലോകത്തെത്തുമ്പോൾ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥ ഖുർആനിലെ സൂറത്ത് ഗാഫിറിൽ 47-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതിലെ 2, 3, 4 ആയത്ത് ഈ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശദമായതിന്റെ തഫ്സീർ നിങ്ങളുടെ വീട്ടിൽ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണമുണ്ടാകും, അത് നിങ്ങൾ എടുത്ത് വായിക്കണം. ഒരു ഖുത്ബയിൽ അതിന്റെ എല്ലാ മേഖലയിലേക്കും പോവുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വായന മരിച്ചുപോയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അല്ലേ? പത്രങ്ങളിൽ വല്ല ഹെഡിങ്ങോ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വല്ല വാർത്തകളോ നോക്കുകയല്ലാതെ തന്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളിലെ ഷോർട്ടായിട്ടുള്ള ഏതെങ്കിലും റീൽസുകൾ കാണുകയും കേൾക്കുകയും എന്നതിനപ്പുറം നിരന്തരമായ ഡെപ്തായ ഒരു വായന മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ഒന്ന് ആത്മഗതം ചെയ്തു നോക്കൂ. നമ്മളൊക്കെ എത്ര വായിക്കുന്നുണ്ട്? ഖുറാന്റെ പരിഭാഷ നമ്മുടെ വീട്ടിലുണ്ട്. ഇന്നുവരെ ജീവിതത്തിൽ ഒരു തവണ ഖുറാനിന്റെ പരിഭാഷ വായിച്ചു തീർക്കാത്തവർ ഒരുപക്ഷെ ഈ പള്ളിയിൽ ഉണ്ടാവില്ലേ? ചോദിച്ചു നോക്കുക മനസ്സിനോട്. സൂറത്തുൽ ബഖറ മുതൽ, ഫാത്തിഹ മുതൽ, ബഖറ മുതൽ, ആലിമ്രാൻ മുതൽ സൂറത്തുൻ നാസ് 114-ാമത്തെ അധ്യായം വരെ ജീവിതത്തിൽ ഒരു തവണ ഖുറാനിന്റെ പരിഭാഷ വായിച്ചു തീർക്കാത്തവർ ഈ പള്ളിയിൽ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എത്ര വായിച്ചു? എന്നിട്ടല്ലേ പിന്നെ ബാക്കി തഫ്സീറൊക്കെ അതിന്റെ അർത്ഥം മാത്രമുള്ള ഖുറാന്റെ പരിഭാഷയൊന്ന് പൂർണ്ണമായി വായിച്ചു തീർത്തവനാണ് ഞാൻ എന്ന് ആത്മസംതൃപ്തിയോടുകൂടി ആരുടെ മുമ്പിലും പറയാനല്ല, ഒന്ന് മനസ്സിൽ പറയാൻ നമുക്ക് സാധിക്കും. കേൾക്കട്ടെ, ഞാനത് മറ്റൊരു വിഷയമാണ്. ഏതായാലും ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ടും പരലോകത്ത് അക്രമികളും നല്ലവരും ഈ അക്രമികളായ ആളുകളെ പിന്തുടർന്നു പോയ പാവപ്പെട്ട മനുഷ്യരും ചില ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് സാധുക്കളായ മനുഷ്യന്മാർ ഇത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർ നാളെ പരലോകത്ത് വെച്ച് പറയുന്ന ചില വാചകങ്ങൾ പരിശുദ്ധ ഖുറാനിലുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നരകത്തിൽ വെച്ച് ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചില ആളുകൾ ഉണ്ട്. ആ സന്ദർഭം നമ്മളോട് ഓർക്കാൻ പറയുകയാണ്. നരകാഗ്നി എന്ന് പറയുന്ന റബ്ബൊരുക്കിയ അതികഠിനമായ നരകത്തിൽ ചെന്നുപെട്ടിട്ട് അവിടെ വെച്ചിട്ട് ചില ആളുകളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ന്യായങ്ങൾ നിരത്തുകയാണ്. എന്താ ചോദിക്കുന്നത്? പാവപ്പെട്ട മനുഷ്യന്മാർ ആ സമയത്ത് പറയും. ആരോട്? എന്താണ് പറയുന്നതിന്റെ അർത്ഥം? പാവപ്പെട്ട മനുഷ്യന്മാര് പറയാണ്. ആരോട്? ലില്ലദീന ഇസ്തക്ബറു, അഹന്തയും അഹങ്കാരവും നടിച്ച് ജീവിച്ച മനുഷ്യരോട് നരകത്തിൽ ചെന്ന് ആപതിച്ചതിന് ശേഷം പാവപ്പെട്ട മനുഷ്യന്മാർ നരകത്തിൽ അവരെ കണ്ടുമുട്ടുമ്പോൾ പറയുകയാണ്, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ സത്യത്തിൽ നിങ്ങളെ പിന്തുടർന്ന് വന്നവരാണ്. നിങ്ങളൊക്കെ വലിയ വലിയ മനുഷ്യന്മാരായിരുന്നല്ലോ. നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ടിട്ടും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഗർവും പൊങ്ങച്ചൊക്കെ കണ്ട് നിങ്ങളുടെ കൂടെ കൂടിയവരാ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ നരകത്തിൽ വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നരകാഗ്നിയിൽ നിന്ന് വല്ല വിഹിതവും റബ്ബിനോട് പറഞ്ഞ് കുറച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ വിഷയങ്ങൾ ഇങ്ങനെ താരതമ്യം ചെയ്യണം കേട്ടോ. നിങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ തന്നെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നത് നഊദു ബില്ലാഹ്, എന്തൊക്കെയാണ് സ്വന്തം ഇഷ്ടപ്രകാരങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധുക്കളായ ആളുകൾ പറയുന്നത് അറിയോ? നമ്മളിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനൊന്നുമില്ല. ഇഷ്ടം പോലെ കൂലിപ്പണിക്ക് പോകണം, റിക്ഷ ഓടിക്കണം, ബിസിനസ് നടത്തണം, കച്ചവടം നടത്തണം. വലിയ വലിയ കോടീശ്വരന്മാര് പറയും ഞങ്ങൾക്കതിനൊന്നും നേരല്ല, സക്കാത്ത് കൊടുക്ക, സ്വതക്ക കൊടുക്ക. പിന്നെ അതിനെ ആഘാതമായി ആഴമായി പഠിക്കാനൊന്നും സമയമില്ല. അവരൊക്കെ വലിയ വലിയ മഹത്തുക്കളില്ലേ? 20-30 കൊല്ലം വലിയ കോളേജിൽ പഠിച്ചിറങ്ങിയ, വലിയ ദർസിൽ ഓതി പഠിച്ച, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുള്ള വലിയ വലിയ പണ്ഡിതന്മാരല്ലേ? അവര് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ച് പോവണേ, അല്ലാതെ അതിനെക്കുറിച്ച് അതിന്റെ വേർതിരിവൊന്നും പഠിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നാളെ നരകത്തിൽ ചെന്ന് കൂപ്പുകുത്തിയതിനു ശേഷം ഇവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് വല്ല വിഹിതവും കുറച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ ചങ്ങാതിമാരെ? അപ്പൊ അവർ കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? അഹന്തയും അഹങ്കാരവും നടിച്ചു നടന്ന ആളുകൾ അപ്പൊ അവരോട് പറയും, നമ്മളൊക്കെ ഈ നരകത്തിലല്ലേ, നിങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങളും ഈ നരകത്തിൽ പെട്ടുപോയില്ലേ. എന്നിട്ടത് ഈ അഹങ്കാരം നടിച്ച ഗർവ് നടിച്ച ആളുകൾ പറയുന്ന വാക്കെന്താ അറിയോ? ഇന്നല്ലാഹ ഖദ് ഹക്കമ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ അള്ളാഹുവിന്റെ വിധികൽപ്പന കഴിഞ്ഞു, തീർപ്പ് കഴിഞ്ഞു. ഇനി ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഞങ്ങളും നരകത്തില, നിങ്ങളും നരകത്തില.
ഇനിയിപ്പോ ഇവിടെ വെച്ച് നമ്മൾ തർക്കിച്ചിട്ട് എന്താ കാര്യം? പടച്ചവന്റെ വിധി കഴിഞ്ഞില്ലേ, തീർപ്പ് കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾക്കിടയിൽ തർക്കിച്ച് നിങ്ങളാണ് ഞങ്ങളെ തെറ്റിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് നാളെ ഈ അഹന്ത നടിച്ച ആളുകൾ അവിടെ വെച്ച് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറിൽ 47-ാമത്തെയും 48-ാമത്തെയും വചനത്തിൽ അള്ളാഹു പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. തുടർന്ന് പറയുന്ന വാചകം കേട്ടോളൂ. വഖാലല്ലദീന ഫിന്നാരി, നരകത്തിൽ കിടക്കുന്ന ആളുകൾ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ കിടക്കുന്ന ആളുകൾ, ലിഖസനത്തി ജഹന്നം, നരകത്തിന്റെ കാവൽ ഭടന്മാരോട് പറയുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ഇവര് തമ്മിൽ തർക്കിച്ചു, നരകത്തിൽ കിടക്കുന്ന ആളുകൾ തമ്മിൽ തർക്കിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ സത്യത്തിൽ പഠിപ്പിച്ചത്, നിങ്ങളെ പിന്നാലെ പോന്നതാ ഞങ്ങൾ പെട്ടുപോയത്, നിങ്ങളെ പിറകെ പോന്നതാ ഞങ്ങൾ തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, ഒരാളെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത് എന്ന് ഭൂമിയിൽ വെച്ച് പറഞ്ഞു തന്നത്. മഅസൂമികളായി പ്രവാചകന്മാർ മാത്രമേ ലോകത്തുള്ളൂ. ആ പ്രവാചകന്മാരെല്ലാവരും പോയി. ഒരൊറ്റ പ്രവാചകൻ മാത്രം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ലോകത്തുനിന്ന് വഫാത്തായി പോയി. ഇനി ഒരു നബി നമ്മുടെ മുന്നിലേക്ക് വരാനില്ല. ഇനി ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരിച്ചു വരവുണ്ട്, അല്ലാതെ ഒരു പ്രവാചകന്മാരുടെ വരവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മുൻകൂട്ടി പറഞ്ഞു തന്നു. ഞാൻ അവൻ പറഞ്ഞത് കേട്ടതാ, ഇവൻ പറഞ്ഞത് കേട്ടതാ. അവൻ അള്ളയാണ് ബുദ്ധി കൊടുത്തത്, എനിക്കു റബ്ബാണ് ബുദ്ധി തന്നത്, കേൾക്കുന്ന നിങ്ങൾക്ക് റബ്ബാണ് ബുദ്ധി തന്നത്. ബുദ്ധിശക്തിയില്ലേ? ഇല്ല, നമ്മളെ പരലോകത്ത് ബാധിക്കൂല. നമുക്ക് ഭ്രാന്തായ അവസ്ഥയാണോ? നമ്മളെ പരലോകത്ത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. മാനസിക വിഭ്രാന്തിയിൽ ജനിച്ചു വീണവരില്ലേ, അവരെ അള്ളാഹുവിന്റെ കോടതിയിൽ അവരെ ബാധിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ബുദ്ധി ഉണ്ടോ? കേൾക്കാനും ചിന്തിക്കാനും കഴിവുണ്ടോ? പിന്നെ അവിടെ വെച്ച് വേറൊരു ഗർഭ നടിച്ചൊരാളെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല, ഒരു പണ്ഡിതന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. തെറ്റിച്ചവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും, അതിലൊന്നും തർക്കില്ല. പക്ഷേ നമ്മൾ ഒഴിവാകുമോ? നമ്മൾ ഒഴിവാകുമോ? അങ്ങനെ ചിന്തിക്കാനായി ഇത് പറയുന്നത്. നോക്കൂ, വഖാലല്ലദീന ഫിന്നാരി ലിഖസനത്തി ജഹന്നം, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ നരകത്തിന്റെ കാവൽ ഭടന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? ലിഖസനത്തി ജഹന്നമ ദുഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കുമോ? കാവൽക്കാരോട് ചോദിക്കുക. നരകത്തിന്റെ കാവൽക്കാരോട്, നരകത്തിൽ കിടന്നിങ്ങനെ എരിപൊരിക്കൊള്ളുന്ന മനുഷ്യന്മാർ കാവൽക്കാരോട് ചോദിക്കുക, നിങ്ങളുടെ റബ്ബിനോട്. നരകത്തിൽ കിടക്കുന്ന ആള് അപ്പൊ പറയുന്ന വാക്കെന്തായാലും, നിങ്ങളുടെ റബ്ബിനോട്. ഞങ്ങൾക്ക് ഏതായാലും രക്ഷയില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഈ നരകത്തിന്റെ റബ്ബ് നിശ്ചയിച്ചു വെച്ച കാവൽ ഭടന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുമോ? എന്താ ചോദിക്കേണ്ടത്? യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്, ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമെന്നതല്ല, അത് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കടുത്ത തെറ്റുകൾ ചെയ്തവരാണ് ഞങ്ങൾ, ശിർക്കും കുഫറും ഒക്കെ ചെയ്ത് ജീവിച്ചവരാണ് ഞങ്ങൾ. ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ? യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്, ഒരുപാട് കാലം, അവസാനിക്കാത്ത കാലം നരകത്തിൽ കിടക്കണമല്ലോ. ഒരു ദിവസം ഈ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കുമോ? ഇതേ ഹദീസാണെങ്കിൽ പിന്നെ ആര് ഉദ്ധരിച്ചാന്നൊക്കെ ചോദിക്കുന്നത് ആയത്തായി പറയുന്നത്. ഒരു ദിവസം നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റി ഒന്ന് പുറത്തു നിർത്തുമോ എന്ന് നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ചോദിക്കുമോ? നരകത്തിന്റെ കാവൽ ഭടന്മാർ തിരിച്ചവരോട് പറയും, ഖാലു, അവർ ചോദിക്കും, അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി നരകമുണ്ടെന്ന് പറയാൻ, സ്വർഗമുണ്ടെന്ന് പറയാൻ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ, പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ ഉണ്ട്, അത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്ന് പറയാൻ, സത്യം ചെയ്യലുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണെന്ന് പറയാൻ, അതേ വഴിപാടുകളും നേർച്ചകളുമുണ്ട്, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചേ ചെയ്യാവൂ എന്ന് പറയാൻ, പുണ്യം ആഗ്രഹിച്ച് ലോകത്തിലെ 3 പള്ളികളിലേക്ക് നിങ്ങൾ തീർത്ഥാടനം ചെയ്യാവൂ എന്ന് പറയാൻ, തൗഹീദ് എന്ത്, തൗഹീദിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു തരാൻ ആ പാറാവുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിച്ചത്? അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ദൂതന്മാർ വന്നിട്ടില്ലായിരുന്നോ? നമ്മുടെ മുന്നിലേക്ക് ഒരു നബി വന്നോ? നമുക്കുള്ള നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ നബിമാരുടെ രേഖകളൊക്കെ
അല്ല എടുത്തു കളഞ്ഞില്ലേ? നമുക്കിന്ന് തൗറാത്ത് തെളിവല്ല, ഇഞ്ചീൽ തെളിവല്ല, പക്ഷെ അതിലൊക്കെ നല്ല നല്ല രേഖകൾ കിടക്കുന്നുണ്ട്. അതിൽ മനുഷ്യന്റെ കൈകടത്തലുകളും നടന്നിട്ടുണ്ട്. എന്നാലും നല്ല ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംസാരം ബൈബിളിൽ കിടക്കുന്നുണ്ട്, ഇല്ലേ? നിലനിൽക്കുന്ന ബൈബിള് കൊണ്ടുപോലും, മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിലനിൽക്കുന്ന ബൈബിള് കൊണ്ടുപോലും യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റപ്പെട്ടു എന്ന് പറയാൻ, ക്രൂശിച്ചു എന്ന് പറയാൻ തെളിയിക്കാൻ കഴിയില്ല എന്നാണ്. മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് പോലും നിലനിൽക്കുന്ന മനുഷ്യന്റെ കൈകടത്തലുകളെല്ലാം ധാരാളം നടന്നിട്ടും ആ ബൈബിൾ കൊണ്ട് പോലും തെളിയിക്കാൻ സാധ്യമല്ല. അത് നമുക്ക് പ്രമാണമല്ല. നമ്മളെ ഇന്ന് ബൈബിൾ എന്ന് പറയും, തോറ എന്ന് പറയും, ഇഞ്ചീൽ എന്ന് പറയും, പക്ഷെ നമുക്കത് പ്രമാണമല്ല. പ്രമാണം ഇനി ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിൽ പറഞ്ഞതിനെ ഒന്നുകൂടി ബലപ്പെടുത്തി, അതിൽ പറയാത്തതിനെ ചേർത്തി പറയേണ്ടതിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് അള്ളാഹു അവസാനത്തെ വേദഗ്രന്ഥം കൊടുത്തു. അതാണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നിങ്ങളിലേക്ക് ദൂതന്മാർ വന്നിട്ടില്ലേ? വന്നു. നമ്മളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നമ്മളെ നേരെ കണ്ടോ? ഇല്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ഖുർആനിൽ 6236 ആയത്ത് ഒരു തെറ്റും ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് ഹദീസിൽ കടത്തിക്കൂട്ടിയതെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അള്ളാഹു ഭൂമിയിൽ നിലനിർത്തി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് ഒരു പേടിയില്ല. ആരെങ്കിലും കള്ള ഹദീസ് പറഞ്ഞാൽ പിടിക്കാനുള്ള മാനദണ്ഡം ഇവിടെ ലോകത്ത് പടച്ചോൻ വെച്ചിട്ടുണ്ട്, അള്ള വെച്ചിട്ടുണ്ട്. ഇനിയൊരു നബി വരാത്തത് കൊണ്ട് അത് മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ ക്ലിയറായ ചിത്രമായി അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാണ്, നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ? അപ്പൊ അവര് പറയണ മറുപടി എന്താ അറിയോ? ഖാലൂ ബലാ, തെളിവുകളുമൊക്കെയായി ഞങ്ങളുടെ മുന്നിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യനും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയില്ല, വന്നിട്ടുണ്ട് എന്നാ പറയണം. നമ്മളിങ്ങനെ ചിന്തിക്കണില്ലേ, കുറെ എവിടെയും ഇതുവരെ ദഅവത്തിന് എത്താത്ത ആളുകളൊക്കെ ഉണ്ടെന്ന്. നമ്മളെ വിശ്വാസം, നമ്മൾ ദഅവത്തെത്താത്ത മേഖല ഉണ്ടെങ്കിൽ തെരഞ്ഞെടുത്ത് എത്തിക്കണം, അതിൽ തർക്കമില്ല. നമ്മുടെ അയൽവാസിയോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പറയണം. നാട്ടിലൊരു മനുഷ്യരോട് പറഞ്ഞിട്ടില്ലേ? പറയണം. പക്ഷെ നാളെ പരലോകത്തുനിന്ന് ഒരാളും പടച്ചവനെ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് പറയില്ല എന്നാണ്. അതിനൊക്കെ അള്ളാഹ് സംവിധാനം വെച്ചിട്ടുണ്ട്. അതവർ പറയുന്ന മറുപടി ഖാലൂ ബലാ, അതേ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, എത്തിയിട്ടുമുണ്ട്. അപ്പോ പാറാവുകാര് പറയും ഖാലൂ ഫദ്ഉ, എന്നാ പിന്നെ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചാൽ മതി അള്ളാഹിനോട്. ഈ നരകത്തിൽ നിന്ന് ഒരു ദിവസം ഒന്ന് പുറത്താക്കി തരുമോ എന്ന് ചോദിക്കാനാ പറയുന്നത്. അപ്പൊ മലക്കുകൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് സത്യദീൻ പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലേ? ഖാലൂ ബലാ, വന്നിട്ടുണ്ട് എന്നവർ പറയുമ്പോ പാറാവുകാർ പറയും ഖാലൂ, അവർ പറയും ഫദ്ഉ, എന്നാ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ചോദിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. ഇനി അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവിടെ വെച്ച് പറയും. എന്നിട്ട് അള്ളാഹ് ഉടനെ പറയുന്ന വാക്കെന്താരോ? ഇന്നാ ലനൻസുറു, നാം സഹായിക്കുക തന്നെ ചെയ്യും. ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് അള്ളാഹ് പറയണേ, ഇന്നാ ലനൻസുറു, നാം സഹായിക്കുക തന്നെ ചെയ്യും, റുസുലന, നമ്മുടെ പ്രവാചകന്മാരെ. പോരാ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലും, വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികളെ കൊണ്ടുവരുന്ന ആ ദിവസവും. ഇനി എന്റെ മേൽ സഹായിക്കാൻ ബാധ്യതയുള്ളത് ഭൂമിയിൽ വിശ്വാസപരമായി ജീവിച്ചു തീർത്തവർക്കാണ്. അതുകൊണ്ട് ആർക്കും സഹായം കിട്ടൂല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് യാതൊരുവിധ സഹായവും ഇനി പരലോകത്തുനിന്നില്ല. അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഇനി സഹായം ആർക്കാണ്? ഭൂമിയിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട്. ഇനി പരലോകത്തൊന്നും സഹായം കൊടുക്കുന്നത് ആർക്കാ? അള്ളാഹുവിൽ വിശ്വസിച്ച് നീതിപൂർവമായ ജീവിതം നയിച്ചവർക്കാണ്. ഇനി ഇവിടെ അള്ളാഹിനെ നിഷേധിക്കുന്നവർക്ക് ദുനിയാവിൽ ഇവിടുത്തെ ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹ് കൊടുക്കും. ചിലപ്പോ അവർക്ക് കൂടുതൽ കൊടുക്കും. 5 നേരം നിസ്കരിക്കുന്ന ഒരു ഉമ്മ, 5 നേരം കറക്റ്റ് നിസ്കരിക്കുന്ന വാപ്പ, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ചെയ്യുന്ന ആള്, രാത്രി തഹജ്ജുദ് എണീറ്റ് നമസ്കരിക്കുന്ന ഉമ്മ, പക്ഷെ ആ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും. ചിലപ്പോ അള്ളാഹ് പരീക്ഷിക്കുകയാണ്. അപ്പുറത്തോ എന്ത് റബ്ബ്, എന്ത് അള്ളാഹ്, എന്ത് ദൈവം എന്ന് ചോദിച്ച് നിഷേധിച്ച് ജീവിക്കുന്ന, ചിലപ്പോ മുസ്ലിം പേരിട്ടവനായിരിക്കും, അങ്ങനെ എക്സ് മുസ്ലിം ആയിരിക്കും, പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടാവും വീട്ടില്,
ഇഷ്ടം പോലെ വാഹനമുണ്ട്, ബിസിനസ് ഒക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്, വിചാരിച്ചതിനേക്കാൾ പ്രോഫിറ്റ് കൊയ്യുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിക്കും ഞാൻ ആ ഭാഗ്യവാനെന്ന്. റബ്ബ് ഇങ്ങനെ നിനക്ക് എല്ലാവിധ തോന്നിവാസത്തിലേക്കും അതിക്രമത്തിലേക്കും നിനക്ക് ചാൻസുകൾ ഇങ്ങനെ ഒരുക്കി തരും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ അള്ളാഹു പരിഗണിക്കുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? കൃത്യമായി മനസ്സിലാക്കുക. ഇനിയോ ആ അടുത്ത ആയത്ത് കൂടി കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയാണ് ഒരു ഒഴികഴിവും അവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ന്യായം പറഞ്ഞു റബ്ബേ എങ്ങനെ സംഭവിച്ചതാ അങ്ങനെ സംഭവിച്ചതാ ഇല്ല. യൗമ ലാ യൻഫഉ ഉപകാരപ്പെടുകയില്ല. അൽവാലിമീൻ ഭൂമിയിൽ അക്രമം ചെയ്ത് ജീവിച്ചവരെ മഅദിറതുഹും നിങ്ങളുടെ ഒരു ഒഴികഴിവും അവിടെ ഉപകാരപ്പെടുകയില്ല. വലഹുമുൽ ലഅന അവർക്കാണ് ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ അവർക്കാണ് ഏറ്റവും മോശമായ ഭവനമുള്ളത്, ആ നരകമുള്ളത്. ഇത് സൂറത്ത് ഗാഫിറിലെ നിങ്ങൾ വിട്ടുപോയിട്ട് പഠിക്കണം. സൂറത്ത് ഗാഫിറിലെ 47-ാമത്തെ ആയത്ത് മുതൽ 51-ാമത്തെ ആയത്ത് വരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതിയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ബിസിനസ്സുകാർ ഈ കൂട്ടത്തിലുണ്ട്, കച്ചവടക്കാരുണ്ട്. നിങ്ങൾക്ക് സമയമില്ലാന്ന് ചില ആളുകൾ പറയാം. പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ സമയം? ഒരു ദീന് പഠിക്കാൻ സമയം. ആഴ്ചയിൽ 1 മണിക്കൂർ ഒരു ഖുർആൻ ഹദീസ് പഠിക്കാൻ ക്ലാസ് വിളിച്ചാൽ എന്നെ എവിടെ ടൈമില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, വരണം എന്ന് ആഗ്രഹമുണ്ട്, തീരെ ടൈമില്ല. ടൈം ഇഷ്ടം പോലെ കിട്ടും, മൂക്കിൽ പഞ്ഞു വെച്ച് കിടത്തൂലേ, അപ്പൊ ഇഷ്ടം പോലെ ടൈമായിരിക്കും, ഒരു ധൃതിയില്ല, ഇഷ്ടം പോലെ സമയമാണ്. ആർക്ക് വേണ്ടി ഓടിയതാണിത്? മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഓടിയിട്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ സമയമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇത്ര സ്വത്ത് വേണോ? വേണ്ടല്ലോ. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ ഓടുന്നത്? നമ്മളെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ? ഈ മക്കൾ നമുക്കെതിരാവും. ഈ ഭാര്യയെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ ഈ ഭാര്യ നമുക്കെതിരാവും. ഈ മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ അവർ നമുക്കെതിരാവും. നിങ്ങളുടെ അയൽപ്പക്കത്തെ കുറിച്ചോ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് ആലോചിച്ചോ, രാഷ്ട്രീയ രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചോ, ക്ലബ്ബുകളെ കുറിച്ച് ആലോചിച്ചിട്ടോ, സാംസ്കാരിക രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടോ ഞാനൊക്കെ കുറെ ചാരിറ്റി ചെയ്തവനാണെന്ന് പറയാനോ? എല്ലാവരും നിങ്ങൾക്കെതിരാകുന്ന ഒരു പരലോകം വരും, നമുക്ക് വേണ്ടി പണിയെടുക്കാൻ മറന്ന് പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ. എത്രയോ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. കാർ പോർച്ച് കിടക്കുകയാണ്. വീഡിയോയില് യൂട്യൂബില് ഒരു മനുഷ്യൻ കാർ പോർച്ച് കിടക്കുകയാണ്. ചാനലുകാർ ഒന്ന് ചോദിച്ചു എന്താ ഇവിടെ കിടക്കുന്നത്? ഞാൻ 35 കൊല്ലം പ്രവാസിയായിരുന്നു, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, ഈ കാണുന്ന വീടുണ്ടാക്കി, കുറച്ച് പറമ്പൊക്കെ വാങ്ങി, അതൊക്കെ ഭാര്യന്റെ പേരില്ല, മക്കളുടെ പേരില്ല. അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. 15 ദിവസമായി പോയിട്ട് ഡോറ് തുറക്കുന്നില്ല, പോർച്ച് കിടക്കുക കേട്ടോ, പോർച്ചിൽ കിടക്കുക. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവനവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കണം. ഭൗതികമായിട്ടും ദുന്യവിയായിട്ടും ഉഖറവിയായിട്ടും കരുതിയിരിക്കണം. ആരുണ്ടാവില്ല സുഹൃത്തുക്കളെ. ചിലപ്പോ ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ നമ്മുടെ ഒപ്പം കൂടാൻ ആളുണ്ടാവും. പരലോകത്തിൽ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരുന്ന മറ്റൊരായത്തിൽ പറയാണ്, യൗമ നഹ്ശുറുൽ മുത്തഖീന, മുത്തഖിയായി ജീവിക്കാൻ പറ്റിയവർക്ക്, നല്ല ഒരു മനുഷ്യനായി ദീനീപരമായി തൗഹീദോടുകൂടി ദീനീ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരാൾക്ക് ഇലർ റഹ്മാനി വഫ്ദ, നാളെ പരലോകത്ത് അവനെ വിശിഷ്ടാതിഥിയായി റബ്ബിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അവിടെ പ്രയോഗിച്ച വാക്കുണ്ടോ? യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ, നല്ലൊരു ടീമിന്റെ കൂടെ വിശിഷ്ടാതിഥികളെ കൊണ്ടുപോകുന്നവരെ പോലെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകാൻ, VIP സ്ഥാനം നൽകി കൊണ്ടുപോകാൻ അല്ലാഹ് പരലോകത്തെ സംവിധാനം ഉണ്ടാക്കും. കുറ്റം ചെയ്തവർ, തെറ്റു ചെയ്തവർ, ഇവിടെ സുഖലോലുപന്മാരായി ജീവിച്ചവർ, ദാഹാർത്തരായി, ഒരു തുള്ളി വെള്ളത്തിന് പൊട്ടിക്കരഞ്ഞവരായി നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ഓർമ്മയുണ്ടെങ്കിലേ ഏത് കച്ചവടക്കാരും, ഏത് ബിസിനസ്സുകാരും, ഏത് കോടീശ്വര ആ വ്യക്തിത്വമാണ് നിങ്ങൾ, പടച്ചോനെ മറന്നിട്ടുള്ള ഒരു കളി വരില്ല. ഓർമ്മയില്ലാത്തോണ്ടാ പ്രശ്നം. ആരുണ്ടാവില്ല സുഹൃത്തുക്കളെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മളൊക്കെ. എത്ര വലിയ ആളുകൾ ലോകത്തുനിന്ന്, നെപ്പോളിയന്മാർ അല്ലെ, കാറൂന്മാർ, ഫറോവമാർ ഒക്കെ ലോകത്തുനിന്ന് പോയില്ലേ?
ഫിറഔന് മുങ്ങിച്ചാകുമ്പോഴേ രണ്ടോട്ടം പൊന്തീന തഫ്സീർ പറയുന്നത്. 2 പ്രാവശ്യം തല ഉയർത്തി. അപ്പൊ തഫ്സീർ പറയാ, അല്ലാഹുവേ മൂസയുടെ റബ്ബിൽ ഞാൻ വിശ്വസിക്കാന്ന് ഫിറഔൻ പറഞ്ഞു. മാപ്പ് തരുമെന്ന് ചോദിച്ചു. 3ാമത് ഉയരാൻ സമ്മതിക്കാത്ത വിധത്തിൽ മലക്ക് താഴ്ത്തി പിടിച്ചുന. ഇനി ഓന്റെ പശ്ചാത്താപം കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കരുത് എന്ന നിലക്കാണ് തഫ്സീർ ചർച്ച ചെയ്തത്. മനസ്സിലായില്ലേ? അത് അള്ളാഹ് അവസരം കൊടുക്കൂല. 3ാമത്തെ തവണ ഫിറഔൻ കൊന്നാൻ സമ്മതിക്കാത്ത വിധത്തിൽ മലക്ക് താഴ്ത്തി എന്ന് വരെ തഫ്സീർ ചർച്ച ചെയ്തിട്ടുണ്ട്. ദാസ്തി എത്ര പറഞ്ഞു കൊടുത്തു, മനസ്സിലായോ? അപ്പൊ കൊട്ടാനുണ്ടാക്കി മേലെ കയറിയിട്ട് ഇന്നേക്കാൾ വലിയ റബ്ബ് വേറെ ഇല്ല എന്നാ പറഞ്ഞത്. മുങ്ങി ചാവുമ്പോ മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കാം. അള്ളാഹ് പറഞ്ഞു വേണ്ട, സമയം കഴിഞ്ഞു. അവർ ഇങ്ങനെ ഓടിയിരിക്കും. നല്ല സൗകര്യമുള്ള വാഹനത്തിൽ, ട്രെയിനിൽ, ഫ്ലൈറ്റിൽ, യാത്രയിൽ, കച്ചവടത്തിൽ, ക്രയവിക്രയങ്ങൾ ഓടടാ ഓട്ടാണ്. ഇപ്പൊ പറഞ്ഞാലൊന്നും തലയിൽ കയറൂല. ഇന്നിങ്ങനെ കിടക്കണം. ഇത് ഡോക്ടർമാരിങ്ങനെ പറയുന്നത് കേൾക്കണം. ഇനിയില്ലേ അധിക ദിവസമൊന്നും കിട്ടൂല കേട്ടോ. അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വരവ് വരും. ചിലപ്പോ പറയാനും കേൾക്കാനും തിരുത്താനൊന്നും സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഉടനെ കേൾക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല എന്നാണ്. ഒന്ന് ആളുകളോട് മാപ്പ് ചോദിക്കാനോ തിരുത്തലുകൾ നടത്താനോ സമയം കിട്ടാതെ അവന്റെ അവസാനത്തെ ശ്വാസം നിലക്കുന്ന രംഗം മനസ്സിലാവുകയാണ്. പോവുകയാണെന്ന് മനസ്സിലാകുന്ന സമയം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ നീചന്മാരായ വൃത്തികേട് ചെയ്ത മനുഷ്യന്മാരെ ചെങ്ങലകളിൽ ഇങ്ങനെ തെറ്റ് ചെയ്തവരെ കൂട്ടിക്കെട്ടിയിട്ടാ കൊണ്ടുവരിക. ചെങ്ങലകളിൽ കൂട്ടിക്കെട്ടിയിട്ട് ചെങ്ങലയുടെ ഭാരം പേറി മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിങ്ങനെ വരും. ടാറ് കൊണ്ടുള്ള കുപ്പായം അണിയിപ്പിച്ചിട്ടുണ്ടാവും. റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന ടാറിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പിൽ നിന്ന് അടുത്ത മുമ്പൊക്കെ അങ്ങനെ ദീപകളൊക്കെ കത്തിച്ചിട്ടാ റോഡ് പണി എടുത്തിരുന്നത്. അപ്പൊ ഒരു വിറകിന്റെ കഷ്ണം ഇവിടുന്ന് ഈ ടാറിൽ മുക്കിയിട്ട് കത്തിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക അടുത്ത അടുപ്പുണ്ടാക്കാൻ. ടാറ് ഖുർആൻ പ്രയോഗിച്ച വാക്കാണ്. ടാറ് കൊണ്ടുള്ള കുപ്പായം അവർ അണിയിപ്പിച്ചിട്ടുണ്ടാകും. ഈ തീ ഇങ്ങനെ ഈ ടാറിന്റെ കുപ്പായം കത്തി മുഖമടക്കം ഇങ്ങനെ ആവരണം ചെയ്ത് കത്തുന്നുണ്ടാകും. ഇതൊക്കെ ഖുർആൻ പ്രയോഗിച്ചതാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം പറയല്ല, ഖുർആനിന്റെ പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിലയുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊരു ബോധം ഉണ്ടാവുക. അതേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഓരോ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സംസാരങ്ങളെ ഈ കാതിൽ കേട്ടി കാതിൽ പുറത്തുവിടാതെ അത് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ, നമ്മുടെ തലച്ചോറിലേക്ക് ഒന്ന് പ്രവേശിപ്പിക്കാൻ, എന്നിട്ടൊന്ന് ആത്മഗതം ചെയ്യാൻ, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ, ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറാവാൻ. ഓട്ടത്തിനിടയിൽ ചിലപ്പോ പലതും ഈ ജുമ കഴിഞ്ഞിട്ട് വേണം ഇന്ന സ്ഥലത്തേക്ക് എത്താൻ. ഞാൻ ദീർഘമായ ദൂര യാത്ര ചെയ്ത് വരിക. എനിക്കിനി ഒരു പ്രോഗ്രാം ഉണ്ട് മഗ്‌രിബിന്, അവിടെ എത്തണം. ഈ ജുമ കഴിഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ നിയത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പൂർത്തിയാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒരു ഉറപ്പില്ല. നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം ചിലപ്പോ എല്ലാം അവിടെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവസാനിച്ച് തീർന്നേക്കാം. അതുകൊണ്ട് ശരിയാവണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ആരെയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഭാര്യനെ പോലും മക്കളെ പോലും കാത്തിരിക്കാൻ, വാപ്പയെ കാത്തിരിക്കാൻ, ജ്യേഷ്ഠനെ കാത്തിരിക്കാൻ, അരികനെ കാത്തിരിക്കാൻ സമയമില്ല. അള്ളാഹു ചിന്തിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പറയുന്ന മറ്റൊരു വാചകം യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം. നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ, നരകത്തിൽ ഇവിടെ നമ്മൾ കാലില നടക്കുന്നത്, മുഖമിങ്ങനെ നരകത്തിന്റെ തീയിൽ കുത്തിയിട്ട് വലിച്ചിങ്ങനെ ഇടക്കുന്നുണ്ടാവും. ഖുർആൻ പ്രയോഗിച്ച വാക്കാണ് യൗമ യുസ്ഹബൂന. സഹബ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മുഖം കുത്തി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക.
ഒരാളും രണ്ടാളുമല്ല, കോടിക്കണക്കിന് മനുഷ്യരെ മുഖം കുത്തിയിട്ട് നരകാഗ്നിയിൽ ഇങ്ങനെ വലിച്ചെഴുതും. എന്നിട്ട് പറയും, ഈ നരകത്തിൽ ഇങ്ങനെ കിടന്ന് മുഖം കുത്തി, തീയിൽ മുഖം കുത്തി വലിച്ചഴക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കേൾക്കുന്ന പറച്ചിൽ എന്താണെന്നറിയോ? ഈ നരകത്തിന്റെ ഈ സ്പർശനം ഇങ്ങനെ ആസ്വദിക്കടോ, എങ്ങനെ ഉണ്ട്, രസല്ലേ എന്ന് ചോദിക്കുന്ന. ഇതൊക്കെ പറഞ്ഞു തന്നപ്പോ കളിയാക്കിയില്ലേ, തമാശയാക്കിയില്ലേ? നമ്മളാരും കളിയാക്കിയിട്ടില്ല, പക്ഷെ നമുക്കതൊരു ഗൗരവമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ മരിച്ചിട്ടല്ലേ, അതൊക്കെ അപ്പോഴല്ലേ എന്നൊരു ചിന്ത ഇങ്ങനെ അറിയാതെ പിശാചിട്ട് വരും. ഇനിയും സമയമുണ്ടല്ലോ, പിശാചിന്റെ പണിയാണിത്. ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നന്നാവണം, ഉഷാറാകണം, ആ തെറ്റൊക്കെ തിരുത്തണം, ഇനി ഞാൻ അതിലേക്ക് ഇല്ല, ഇനി ഒന്ന് ക്ലിയർ ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോ ശൈത്താൻ പറയും, സമയമുണ്ടോ, കുറച്ചുകൂടി കഴിയട്ടെ. ഈ ചിന്ത ഇങ്ങനെ പിശാച് ഹൃദയത്തിനുള്ളിലേക്ക് ഇട്ടു തരും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സത്യനിഷേധികളായ ആളുകൾ, നരകത്തിന്റെ കവാടത്തിലെത്തുമ്പോ നരകത്തിന്റെ കാവൽഭടന്മാർ ചോദിക്കും, നരകത്തിന്റെ കാവൽഭടന്മാർ ചോദിക്കും, അലം യഅതികും റസൂലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, അല്ല മനുഷ്യരെ, ഈ നരകം ഇത്ര ഭീകരമാണ് എന്ന് പറഞ്ഞു തരാൻ, ഈ സ്വർഗം ഇത്ര വിശാലമാണ് എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്കിടയിലേക്ക് ആരും വന്നിട്ടില്ലായിരുന്നോ? വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഇങ്ങനൊരു ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഭയാനകതയെ നിങ്ങൾക്കാരും താക്കീത് ചെയ്തിട്ടില്ലായിരുന്നോ? കാലു, അവർ പറയും, ബലാ. കണ്ടോ, ഇവിടെയും ഖുർആൻ പ്രയോഗിച്ചത് ഉണ്ടായിരുന്നു, ഇല്ല എന്നൊരു മനുഷ്യൻ പറയില്ല, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, സത്യത്തെ നിഷേധിച്ചവരുടെ മേൽ അല്ലാഹുവിന്റെ കലിമത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോ ചർച്ചക്ക് പ്രസക്തിയില്ലല്ലോ എന്നാണ് മനുഷ്യർ സങ്കടത്തോടു കൂടി പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി കാണുക പരലോകം എന്ന വിഷയത്തെ. ഈ തൗഹീദും ശിർക്കൊക്കെ മനസ്സിലാക്കിയിട്ട്, ഈ പള്ളിയിൽ യാത്രക്കിടയിൽ വന്ന് കയറിയിട്ട് ഇതൊക്കെ മനസ്സിലായിട്ട്, ഉമ്മാനോടും വാപ്പാനോടും കുടുംബങ്ങളോടും ബന്ധുക്കളോടും പ്രവാസ ലോകത്തു നിന്നൊക്കെ മനസ്സിലായ ആളുകളോട്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ ഒരു സംസാരം നടത്താൻ പോയ സ്ഥലത്ത്, ഈ നമ്മൾ ഒരു സലഫി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ആളുകളുടെ പള്ളിയില് ധാരാളം ആളുകൾ അത് കേട്ടിരുന്ന്, അവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ അത് കേട്ടിരുന്നിട്ട് നമ്മുടെ സംസാരം കഴിഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ കൈ തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നനയുകയാണ്. സഹോദരങ്ങളെ, ഇതൊരു പ്രസ്ഥാനത്തിന്റെയോ സംഘത്തിന്റെയോ സംഘടനയുടെയോ മെമ്പർഷിപ്പിന് വേണ്ടിയല്ല ജുമാ ഖുതുബ, മറിച്ച് നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ, തൗഹീദ് ക്ലിയർ ആക്കുക, ശിർക്കിന്ന് രക്ഷപ്പെടുക, വലിയ പാപത്തിന് രക്ഷപ്പെടുക, എന്നിട്ട് ആത്മപരിശോധന നടത്തുക. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ഒരു ആത്മപരിശോധന നടത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ദഅവത്തിന്റെ മേഖലയിൽ നമുക്ക് പറ്റാവുന്നത് എന്താ? നിങ്ങൾക്ക് പറ്റുക, ചിലപ്പോ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും, ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റും, സാന്നിധ്യം കൊണ്ട് നമുക്ക് അവിടെ സാന്നിധ്യം കൊണ്ട് സഹായിക്കാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ ഇടപെടണം. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഈ പള്ളിയുടെ അപ്പുറത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഈ മുമ്പ് കണ്ടിരുന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയൊരു സംഖ്യ, ഒരു ഹ്യൂജ് എമൗണ്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വലിയൊരു കമ്മ്യൂണിറ്റി സെന്റർ ഈ ജില്ലയുടെ ദഅവാ സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി മാറാൻ ഇൻഷാ അല്ലാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. അസറിന് നമസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനം ഖുതുബയിൽ തന്നെ പറയുന്നത്, ദഅവത്തിന്റെ മേഖലയിൽ നമുക്ക് അവിടെ ക്ലാസ്സുകൾ നടത്താൻ പറ്റും, ആളുകളെ ക്ഷണിക്കാൻ പറ്റും, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റും, അവിടുത്തെ ലൈബ്രറി സന്ദർശിക്കാൻ പറയാ, അവിടെ ഇരുന്ന് വായിക്കാൻ പറയാ, അങ്ങനെ പലവിധ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ, അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് നാളെ തിങ്കളാഴ്ച അസറിന് ശേഷം അതിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടി നടക്കുകയാണ്. തുടർന്ന് പൊതു സമ്മേളനം എന്ന നിലക്ക്
ഈ ഉള്ളവന്റെ സംസാരമൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം അവിടേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു എത്രയും വേഗത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ലക്ഷ്യം വെച്ചതുപോലെ വരും തലമുറക്ക് ദഅവത്തിന്റെ മേഖലയിൽ ഒരു കരുത്താകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബിന്റെ എല്ലാവിധ സഹായവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു താല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു മർഹമത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഓരോ ആയത്തും ഹദീസും ഒക്കെ കേൾക്കുമ്പോ ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ട്, കണ്ണ് നനഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ മനുഷ്യരാണല്ലോ, നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. നീ നിന്റെ ഏറ്റവും വലിയ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.